പല വീടുകളിലും കുട്ടികൾ ടെഡി ബിയറിനെ കാത്തു സൂക്ഷിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ടെഡി ബിയർ എന്ന് പറയുന്ന കരടി രൂപത്തിലുള്ള പാവക്കുട്ടി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ടെഡി ബിയറിനെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? ചില കുഞ്ഞുങ്ങൾക്ക് പെറ്റ്സിനെ ഇഷ്ടമാണ്. പൂച്ചയെ വളർത്തുന്ന, പട്ടിയെ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ പൂച്ചയും പട്ടിയും വളർത്തുമ്പം ഇതിന് സമയത്ത് തീറ്റി കൊടുക്കണം. ഈ ടെഡി ബിയറിനെ ടേക്ക് കെയർ ചെയ്യാൻ ഈസിയാണ്. ആഹാരം ഒന്നും കൊടുക്കണ്ട, എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇട്ടിരുന്നാൽ മതി. പല കുഞ്ഞുങ്ങളും കൂടെ കട്ടിലിൽ കിടത്തുന്ന ഒന്നാണ് ടെഡി ബിയർ. അതിനെ സംരക്ഷിക്കാൻ ഈസിയാണ്. ആഹാരം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, കുളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, നഖം മുറിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ ഒരു ചുറ്റുപാട് ഇങ്ങനെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് റിസ്ക് എടുക്കാനോ അല്പം കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യത്തെ കണ്ടിന്യൂസ് ടേക്ക് കെയർ ചെയ്യാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. മറിച്ച് ഒരു ടെഡി ബിയറിനെ കെയർ ചെയ്യുന്ന കൾച്ചറിലേക്ക് നമ്മൾ വന്നിരിക്കുക. പ്രായമുള്ളവരും അങ്ങനെ തന്നെയാണ്. കുട്ടികളെ നമ്മൾ ഒത്തിരി കെയർ ചെയ്യും, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പ്രായാധിക്യത്തിലിരിക്കുന്നവരെ നമ്മൾ കെയർ ചെയ്യാറേ ഇല്ല. കാരണം പ്രായമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ, അവരെക്കുറിച്ച് ഭാവി പ്രതീക്ഷയില്ലല്ലോ. അതേസമയം കുട്ടികളാണെങ്കിലോ അവർ വളർന്നു വരും, ഡോക്ടറാകും, എഞ്ചിനീയറാകും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകൾ. അതെ, നമ്മുടെ സിസ്റ്റം, നമ്മുടെ കൾച്ചറുകളൊക്കെ മാറിയിരിക്കുക. എങ്കിലും മനുഷ്യത്വത്തിന് വില ഉണ്ടാകണം. പ്രായമുള്ള മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെയും സംരക്ഷിച്ചതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അവരൊരിക്കലും വൃദ്ധസദനങ്ങളിലും കെയർ ഹോമിലും തള്ളപ്പെടരുത്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ, സ്നേഹം ചെയ്തു കൊടുക്കാൻ നാം തയ്യാറായിരിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യത്വം വെളിവാകുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ തന്നെ ഒരു വൃദ്ധസദനത്തിൽ ഞാൻ എത്തിയപ്പം വളരെ ദുഃഖം തോന്നി. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് അഭിമാനിക്കുന്ന മാതാപിതാക്കൾ പലരും ഇന്ന് ആരുമില്ലാത്തവരായി തള്ളപ്പെട്ടിരിക്കുക. ജനലിൻ്റെ അവിടെ നിന്ന് അവരിങ്ങനെ പുറത്തേക്ക് നോക്കുന്നത് അവർക്ക് പരിചയമുള്ള ആരെങ്കിലും വരുമോ എന്നാണ്. ഞാൻ അവിടെ തിരിച്ചിറങ്ങുമ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു, ഇനിയും എന്നാ വരുന്നത്, ഞങ്ങളെ ഇനി എന്നാ കാണാൻ വരുന്നത്? അങ്ങനെയുള്ള ചുറ്റുപാടുകൾ, അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ അടുക്കൽ കാണാൻ കഴിയുന്നുണ്ട്. അതെ, ജീവിതം ഒരിക്കലേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ പ്രായമുള്ളവരെ ടേക്ക് കെയർ ചെയ്യാൻ, സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ടുന്നത് നൽകി കൊടുക്കാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അത് ഒരു വ്യവസ്ഥയായി ദൈവം നൽകിയിരിക്കുകയാണ്. അപ്പം നമ്മളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്, ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് അവർക്ക് വേണ്ടുന്നത് നൽകി കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നാം മറന്നു പോകരുത്. അപ്പോൾ പലരും ജോലിയും തിരക്കും ഒക്കെ ആണെങ്കിലും ജീവിച്ചിരിക്കുമ്പം നമുക്ക് അവരെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. കാരണം ഇവരാണ് നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവന്നത്. അവരാരും പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷേ അവരാലാവുന്ന രീതിയിൽ അവർ നമുക്ക് വേണ്ടി അധ്വാനിച്ചു. ഇന്നവർ ക്ഷീണിതരായി, ഇന്നവർ പ്രായാധിക്യത്തിലായി. കാരണം അവരുടെ അധ്വാനം നമുക്ക് വേണ്ടിയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയാണ്. നാളെ അവരും വളർന്നു വരും, നാമും വളരും, നാമും പ്രായാധിക്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാം. ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ, ആ വീട്ടിൽ ഏറ്റവും പഴയ സ്റ്റീൽ പാത്രമാണ് അവിടുത്തെ അപ്പച്ചന് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളയും. അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പം വീട്ടിലെ മമ്മി വന്ന് ഈ സ്റ്റീൽ പാത്രം എടുത്ത് മാറ്റിയപ്പം അവിടുത്തെ 8 വയസ്സുള്ള മോൻ പറഞ്ഞു, അമ്മേ ആ പാത്രം മാറ്റണ്ട, മമ്മി ഈ പാത്രം എനിക്ക് തന്നേര്. അന്നേരം അവനോട് മമ്മി ചോദിച്ചു, എന്തിനാ മോനെ? അപ്പോൾ അവൻ പറഞ്ഞു, മമ്മിയും പ്രായമായി വയസ്സായി അമ്മച്ചി ആകുമ്പം അമ്മച്ചിക്കും ഈ നല്ല പാത്രം തന്നാൽ പൊട്ടിച്ച് കളയും. ഈ സ്റ്റീൽ പാത്രം അന്നേരം അമ്മച്ചിക്ക് തരാൻ വേണ്ടി എനിക്ക് മാറ്റി വയ്ക്കാനാണ്. കൊടുക്കുന്നത് തന്നെയാണ് നമുക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് കൂടുതൽ ഉത്സുകരാകാം. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ഗോഡ് ബ്ലെസ് യു.